ജന്മാദ്യസ്യേതൊന്നയാതിതരതച്ചാർത്തേഷവിജ്ഞസ്വരാട്ടേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര തിസർഗോ മുഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവത വിചാരത്തിൽ 1-ാമത്തെ അധ്യായം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ട് 5 ചോദ്യമാണ്. ചിലർ 6 എന്നും പറയും, ഒരു ചോദ്യത്തിന് 2 ആക്കിയിരിക്കുകയാണ്. 5 ചോദ്യം മതി ശരിക്ക്. എന്തൊക്കെയാണ് അതായത് ആ ചോദ്യങ്ങൾ എന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് ആത്മശ്രേയസ്സിനുള്ള മാർഗമാണ്. ആദ്യത്തെ 11-ാമത്തെ ശ്ലോകം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ഏന ആത്മാ സംപ്രസിദ്ധി, ആത്മാവിൻ്റെ സുഖം എന്താണ്? 2-ാമത്തെ ചോദ്യം, ദേവകിയിലും വസുദേവരിലും ഭഗവാൻ അവതരിച്ചു. ആ അവതാര മാഹാത്മ്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. 3-ാമതായി തസ്യ കർമാണ്യുദാരാണി, കർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഭഗവാന്റെ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ അവതാരം ഒരു കർമ്മത്തിൽ പെടുത്താം. ഇതല്ലാത്ത കർമ്മങ്ങളാണ് സൃഷ്ടി സ്ഥിതി സംഹാരം, അതാണ് ഭഗവാന്റെ കർമ്മങ്ങൾ. അപ്പം അതിനെ ചോദിച്ചത് എന്തൊക്കെയാണ് കർമ്മങ്ങൾ. 4-ാമത്തെ ചോദ്യം അവതാരത്തിലത്തെ കഥകളുടെ കുരതിനെ വീണ്ടും ഒന്ന് ആവർത്തിക്കുകയാണ്. അത് ആഖ്യായി ഹരധീമൻ അവതാര കഥാശുഭ നേരത്തെ പറഞ്ഞതാണ്. 20-ാമത്തെ ശ്ലോകമാണ് ശരിക്കും 4-ാമത്തെ. കൃഷ്ണാവതാരത്തിൻ്റെ പ്രാധാന്യം എന്താണ്? എല്ലാ അവതാരത്തെക്കുറിച്ച് പൊതുവേ ചോദിച്ചു, അങ്ങനെ പോരാ. കൃഷ്ണാവതാരത്തെക്കുറിച്ച് വിശേഷേണ പറയണം. ബലരാമനോടുകൂടി ഭഗവാൻ ചെയ്ത കൃഷ്ണാവതാര ലീലകൾ എങ്ങനെ വിശേഷേണ പ്രാധാന്യം അർഹിക്കുന്നു എന്നാണ് ചോദ്യം. ഈ അവസാനത്തെ ചോദ്യമാണ്, ഭഗവാൻ തൻ്റെ സ്വസ്ഥാനത്തേക്ക് പോയല്ലോ, അപ്പോൾ ഇവിടെ ധർമ്മം എങ്ങനെയാണ് നടക്കുക? എന്താണ് ധർമ്മത്തിനുള്ള അടിസ്ഥാനം? ഈ 5 ചോദ്യങ്ങളാണ് ശരിക്ക്. ചിലവരാറായിട്ടും പറയും അവതാരത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നൊരു ചോദ്യം സ്പ്ലിറ്റ് ചെയ്ത് ചോദിക്കണം. അതിൻ്റെ ആവശ്യമില്ല, അത് അവതാരത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ വരും. അപ്പം എന്തായാലും ഈ ചോദ്യങ്ങൾ ചോദിച്ചതായിട്ട് സമയത്ത് 2-ാമത്തെ അധ്യായത്തിൽ അതിനുള്ള ഉത്തരം പറയുകയാണ്. വ്യാസ ഉവാച ഇതി സംപ്രശ്ന സംപൃഷ്ടോ വിപ്രാണാം രഘുമഹർഷിണി പ്രതിപൂച്യ വചസ്തേഷാം പ്രവക്തും ഉപചക്രമേ. ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കണം എന്ന് വിചാരിച്ച് ചോദിച്ചപ്പോൾ സന്തോഷമായിട്ട് സൂതൻ മറുപടി പറയുകയാണ് ശൗനകാദികളോട്. അതിനൊക്കെ ചോദിക്കണം, എന്നാലേ മറുപടി പറയാൻ പറ്റും. ചോദിക്കാത്തവരോട് പറഞ്ഞിട്ട് വല്ല കാര്യം, ആവശ്യമില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കരുത് എന്നാണ്. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ വളരെ സന്തോഷമായി. രൗമഹർഷിണി എന്നൊരു പ്രയോഗം. ആരാണ് രൗമഹർഷിണി? സൂതൻ. രോമഹർഷണൻ്റെ പുത്രനാണ് സൂതൻ എന്നാണ്. ഈ സൂതൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനപ്പേരാണ്, ഒരാളുടെ പേരല്ല. എച്ചം എന്നൊക്കെ പറയണ പോലെ ഒരു പേരാണ് സൂതൻ. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ സൂതൻ ആരാ? രോമകൃഷ്ണനാണ്. അതിൻ്റെ മുമ്പ് ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ ആ രോമകൃഷ്ണൻ്റെ പുത്രനാണ് ഇപ്പോഴത്തെ സൂതൻ. ആ സൂതൻ്റെ പേര് ഉഗ്രശ്രവസ് എന്നാണ്. ഇപ്പോൾ കഥ പറഞ്ഞു കൊടുക്കുന്ന സൂതൻ്റെ പേര് ഉഗ്രശ്രവസ്. ഇതിൽ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, അത് വേറൊരുത്തിയിൽ പറയുന്നുണ്ട്. ഏവം ഉഗ്രശ്രവ പൃഷ്ട, ഉഗ്രശ്രവസ് പറഞ്ഞു കൊടുത്തു എന്നും പറഞ്ഞിട്ട്. ഉഗ്രശ്രവസിനോട് ചോദിച്ചപ്പോൾ ഉഗ്രശ്രവസ് എന്നാണ്. അപ്പോൾ രോമകർഷിണി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രോമകർഷണൻ്റെ പുത്രനായ സൂതൻ പ്രതിപൂച്ച വചസ്തേഷാം പ്രവക്തും ഉപചക്രമേ, ചോദ്യങ്ങളാൽ നന്നായി സന്തോഷിച്ചു. രോമകർഷണപുത്രൻ ആയിട്ടുള്ള സൂതൻ അവരുടെ വാക്കിനെ പ്രതിപൂച്ച വച തേഷാം വച വചസ്തേഷാം തേഷാം വച, അവരുടെ വാക്കുകളെ പ്രതിപൂജ്യ അഭിനന്ദിച്ചിട്ട്. ഈ പ്രതിപൂജ്യ എന്ന് പറഞ്ഞാൽ അഭിനന്ദിച്ചിട്ട് നന്നായി. അങ്ങനെയൊക്കെ തന്നെയാണ് ചോദിക്കേണ്ടത്. അതുകൊണ്ട് എനിക്ക് സന്തോഷമായി, ഞാൻ പറയാം. കേൾക്കാൻ ആഗ്രഹമുള്ളവരുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പ്രവക്തും ഉപചക്രമേ, പറയാൻ തുടങ്ങി. ഉപചക്രമേ ആരംഭിച്ചു, പ്രവക്തും പറയാനായിക്കൊണ്ട് എന്ന് പറയണം. വിപ്രാണാം ഇതി സംപ്രശ്ന,
വിപ്രന്മാർ ശൗനകാദികളുടെ ഇപ്രകാരമുള്ള ചോദ്യം കേട്ടിട്ട് രൗമകർഷിണിയായ സൂതൻ സന്തോഷിച്ചിട്ട് അവരെ അഭിനന്ദിച്ചു. ശൗനകാദികളെ, ഇങ്ങനെ ഈശ്വരകഥകൾ കേൾക്കാൻ തൽപരനാണല്ലോ നിങ്ങൾ, പ്രതിപൂച്യ അവരെ അഭിനന്ദിച്ചിട്ടോ അവരുടെ വാക്കിനെ പ്രതിപൂച്ച തേഷാം വച അവരുടെ വാക്കിനെ പ്രവക്തും ഉപചക്രമേ പറയാനായിക്കൊണ്ട് തുടങ്ങി. ഇപ്പം ഇവിടെ പറയാൻ പോകുന്നത് ഭഗവാന്റെ മഹാത്മ്യമാണ്, ഏതെങ്കിലും ഒരു കാര്യമല്ല. അതായത് ഈ ഈശ്വര കാര്യങ്ങൾ പറഞ്ഞ് ബലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കുറച്ച് ബുദ്ധിയിലുള്ളവർക്ക് കുറച്ച് മാറ്ററുകൾ നോട്ടെടുത്തിട്ട് നോക്കിയിട്ടോ നോക്കാണ്ട് എവിടെ വേണമെങ്കിലും പറയാം. ഒരു പ്രൊഫസർമാർ ചെയ്യണു, ഇൻ്റലക്ച്വൽസ് ചെയ്യണു, ഇൻസ്ട്രക്ടേഴ്സ് ചെയ്യണു. അത് ലേശം ബുദ്ധിയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, അധ്യാപികമാരാവട്ടെ പക്ഷെ അതുപോലെയല്ല ഈശ്വരകഥ എന്നാണ്. ഈ ഈശ്വരകഥ മാറ്റർ പഠിച്ച് പറഞ്ഞാൽ ശരിയായിക്കൊള്ളണമെന്നില്ല. അതിന് ഒരു ദൈവാധീനം തന്നെ വേണം. ഒന്നാമത് ഈ തോന്നണ്ടേ ഇത് പറയണം, അതന്നെ ഒരു ദൈവാധീനമുള്ളവർക്കേ തോന്നും. എല്ലാവർക്കും തോന്നുന്നുണ്ടോ? കഥ പറഞ്ഞളയാമെന്ന് എല്ലാവർക്കും തോന്നുന്നില്ല. അപ്പോൾ അതിന് ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവണം. എങ്ങനെയൊക്കെയാണ് പറയുക എന്ന് ഒരാൾ പറയണത് കേട്ടിട്ട് നമ്മൾ പഠിക്കണം. അത് കേട്ടിട്ടാവും ചിലപ്പോൾ വേറെ ആൾ പഠിക്കുക. അപ്പോൾ ഇതിനൊക്കെ ഒരു ഗുരു പരമ്പരയുടെ ആ ഒരു വേണം, എന്താ പറയേണ്ടത്, അടിസ്ഥാനം ഉണ്ടാവണം. അപ്പോൾ ഇവിടെ ആദ്യം എന്താണ് ചെയ്യണത്? സൂതൻ തൻ്റെ ഗുരുവിനെ ഒന്നങ്ങോട്ട് നമസ്കരിക്കുകയാണ്. ഗുരുവിൻ്റെ അനുഗ്രഹവും ദൈവാനുഗ്രഹവും പരിശ്രമവും ഇതൊക്കെ ചേർന്നാലേ ഈ ഈശ്വരകഥ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് പറയാനും പറ്റില്ല, പറഞ്ഞ് ബലിപ്പിക്കാനും പറ്റില്ല. ഒരു സാധാരണ മാറ്റർ പഠിച്ച് പറയല്ല എന്നർത്ഥം. ഒരു അനുഭവം അതിനുണ്ടാവണം, അനുഭവത്തിൻ്റെ ഒരു പശ്ചാത്തലം അതിനുണ്ടാവണം. അപ്പോൾ ഇവിടെ ഗുരുവിനെ നമസ്കരിക്കുകയാണ്. ആരാണ് സൂതൻ്റെ ഗുരു? ശുഗമഹർഷി. ശുഗമഹർഷി പറയുന്ന സദസ്സിൽ സൂതൻ പോയിട്ട് കേട്ടിരുന്നു. കേട്ടിട്ടേ എത്രേ പറയാൻ പറ്റൂ, കുറേ കേൾക്കണം. ഞാൻ ആരുടെയും കേട്ടിട്ടുമില്ല, എൻ്റെ സ്വന്തം നിലയ്ക്ക് വായിച്ച് പറയണ ആളാണ് എന്നൊരാൾ പറയും എന്ന് വിചാരിക്കുക. പറഞ്ഞാൽ അതിന് അനുഭവം ഉണ്ടാവില്ല. അനുഭവത്തിൻ്റെ പശ്ചാത്തലം, അനുഭവത്തിൻ്റെ ബാക്കിംഗ്, ഇംഗ്ലീഷിൽ ചില വാക്കിനൊക്കെ ഇംഗ്ലീഷേ പറ്റൂ, അതുകൊണ്ടാണ് പറയണത്. അനുഭവത്തിൻ്റേതായിട്ടുള്ള ബാക്കിങ്, പിൻബലം എന്ന് വേണമെങ്കിൽ പറയാം, ഉണ്ടാവില്ല. പറഞ്ഞത് മാറ്റർ അവിടെ ഉണ്ടാവും, പക്ഷെ ആ ഒരു അനുഭവം പറയണവർക്കും കേൾക്കണവർക്കും ഉണ്ടാവണം. ചില കാര്യങ്ങൾ വേണം. അത് ദൈവാനുഗ്രഹം, ഗുരുവിൻ്റെ അനുഗ്രഹം, പിന്നെ പരിശ്രമം, ഇതൊക്കെ വേണം. അതിനിവിടെ എന്താണ് ആദ്യം സൂതൻ ചെയ്തത് നോക്കൂ. ഗുരുവിനെ ഒന്ന് നമസ്കരിക്കുകയാണ്. ആരെയാണ് നമസ്കരിക്കുന്നത്? ശുഗമഹർഷിയെ. അതാണ് രണ്ടാമത്തെ ശ്ലോകം. ഗുരുവന്ദനം ശുഗവന്ദനം യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുകാവാക്കൊപ്പം ചെല്ലിക്കോളൂ. ചെല്ലുമ്പോൾ ഒന്നും കൂടി ഒരു ശീലം കിട്ടുമല്ലോ. യം പ്രവ്രജന്തം അനുപേതം അപേതകൃത്യം ദൈവായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോപിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. മുനിയെ നമസ്കരിക്കുന്നു, ശുഗനെ. ആ മുനിയെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു. ഏത് മുനി ആണ് അതിനു മുമ്പേ പറഞ്ഞത്? ശുഗമഹർഷിയെ ആണ് ഉദ്ദേശിച്ചത്. ശുഗമഹർഷിയെ നമസ്കരിക്കണു എന്ന് പറയുകയാണ്. എങ്ങനത്തെ ശുഗമഹർഷി? അതാണ് ഇവിടെ പറയണത്. ഒരുപാട് വിശേഷണങ്ങളുണ്ട് ഇവിടെ. ശുഗമഹർഷിയെ നമസ്കരിക്കണമെന്ന് പറഞ്ഞാൽ ശുഗം നത്വ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ആ ശുഗമഹർഷിയെ നമസ്കരിക്കാനുള്ള കാരണം എന്താണ്? അത് പറയണം. അതുകൊണ്ടാണ് ശുഗമഹർഷിയെ ഒന്നങ്ങനെ വർണ്ണിക്കേണ്ടി വന്നത് എന്ന് പറയുകയാണ്. നമസ്കരിക്കുക, അതിനെന്താ കാരണം? അദ്ദേഹം അച്ഛനായ വ്യാസനിൽ നിന്ന് ഭാഗവതം കേൾക്കല അത് ഉൾക്കൊണ്ടവനാണ് എന്ന് ഇവിടെ വരുത്തുകയാണ്. ഭാഗവതം ഉൾക്കൊണ്ടാൽ തീർച്ചയായിട്ടും അവർ വന്ദിക്കപ്പെടേണ്ടവരാണ്. പിന്നെ ശുഗമഹർഷിയുടെ പ്രത്യേകത ഇവിടെ പറഞ്ഞു. യം പ്രവ്രജന്തം അനുപേതം അപേതകൃത്യം. ഭാഗവതം കേട്ടിട്ട് പ്രപഞ്ചവാസനകളും പ്രപഞ്ചത്തോടുള്ള ബന്ധവും ആസക്തിയും എല്ലാം
ഉപേക്ഷിച്ചു. അതാണ് ഭക്തിജ്ഞാന വിരാഗങ്ങൾ വർദ്ധിപ്പിക്കും ഭാഗവതം എന്ന് പറഞ്ഞത്. ആലോചിച്ച് നോക്കൂ, ഭക്തിജ്ഞാന വിരാഗാണാം സ്ഥാപനായ പ്രകാശിതം. എവിടെയും സ്വർണവും ധനവും ധാരാളം ഐശ്വര്യവും ഭാഗവതം കൊണ്ട് കിട്ടും എന്ന് പറഞ്ഞില്ല. എവിടെയെങ്കിലുമൊക്കെ അപ്രധാനമായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം, അതിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല. വിരക്തി ഉണ്ടാവുക, അതാണ് വേണ്ടത്. ഈ ഉണ്ടായ കാര്യങ്ങളൊന്നും ശാശ്വതമല്ല എന്ന ബോധം ഉണ്ടാക്കുക അത്രേ ഭാഗവതം നമുക്ക് ചെയ്യണത്. അപ്പം അതിനോട് ആസക്തി നമുക്കുണ്ടാവില്ല. ഇന്നുണ്ടായിട്ട് നാളെ ഉണ്ടാവാണ്ടാവണ ഈ ലൗകിക ഐശ്വര്യങ്ങളിൽ മനസ്സിനെ ഇങ്ങോട്ട് വിടർത്തി ഇങ്ങോട്ട് പിടിച്ച് വലിച്ചിങ്ങോട്ട് കൊണ്ടുവരികയാണ്. ആ ഒരു പ്രക്രിയ ഭാഗവതം ചെയ്യുന്നു. ACB പിടിച്ച് പൊന്തിച്ചാലും പൊന്തില്ല ചിലരുടെ മനസ്സ്, അങ്ങനെയാണ്. പക്ഷെ ഭാഗവതം ആകുന്ന JCB തന്നെ വേണ്ടി വരും കലിയുഗത്തിൽ. ആ മനസ്സ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരണമെങ്കിൽ പാതാളത്തിൽ കിടക്കണ മനസ്സാണ്. അപ്പോൾ ഈ ഭാഗവതം കേട്ടിട്ട് ശുഗനെ എന്ത് ചെയ്തു? പ്രവ്രാജനം ചെയ്തു. അച്ഛൻ എന്ന ബന്ധം പോലും ഉണ്ടായില്ല. ആ ഒരു ബന്ധം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അച്ഛനോടുള്ള കടമ ചെയ്യണ്ട എന്നവിടെ അർത്ഥമില്ല. കടമ ചെയ്യണോ നിസ്സംഗമായിട്ട്, സ്നേഹം ജീവിച്ചിരിക്കുമ്പോഴും ആവാം. പക്ഷേ എന്തു വേണ്ട, നഷ്ടപ്പെട്ട് ദേഹം വെടിഞ്ഞാൽ കരയണ്ട, മാർത്തടിക്കണ്ട. നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമായിട്ട് വരുന്ന ഒരു വാക്യമാണ് ഇത്. നമ്മൾ ഈ ലോകത്തിൽ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടാവും ഇല്ലേ? ആരോടും സ്നേഹമില്ലാണ്ട് ഒരു മനുഷ്യൻ ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ അച്ഛനോടും അമ്മയോടും തീരാത്തൊരു വൈകാരിക സ്നേഹം ഉണ്ടായിരുന്നു. അവർ ജീവിച്ചിരിക്കുമ്പോൾ ഈ ലോകത്തിൽ ആരെയാ സ്നേഹം എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, അച്ഛനെയും അമ്മയും. രണ്ടാളെ ഉണ്ട്. അപ്പോൾ അവരെ മരിച്ചു പോവുക എന്നൊരു സംഗതി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റിയിരുന്നില്ല. ഒരു പ്രത്യേക ഘട്ടം വരെ കേട്ടോ, ഒരു പ്രത്യേക ഘട്ടം വരെ അവരുടെ മരണം ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. ശരീരം കൊണ്ടുപോയിട്ട് കത്തിക്കുക, ശരീരമാണ് കത്തിക്കുന്നത് എന്ന അറിവ് വേണ്ടേ അപ്പോഴൊക്കെ? ആദ്യം ഉണ്ടാവില്ലല്ലോ. അതൊക്കെ എങ്ങനെ നമ്മൾ ചെയ്യും, എങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കും? എൻ്റെ ഈശ്വര, ദിവസേന സ്കൂൾ വിട്ട് വന്ന ഒരു ദിവസം ധാരാളം ആളുകൾ ഉമ്മർത്ത് കൂടുക, കസേലിട്ടിട്ടുണ്ടാവുക, അനവധി ചെരുപ്പുകൾ ഇങ്ങനെ ഊരി വെച്ചിട്ടുണ്ടാവുക. എന്താ, അച്ഛൻ പോയി. ഈശ്വര, അതെങ്ങനെ സഹിക്കും എന്ന് ഒരുപാട് ചിന്തിച്ച് ദുഃഖിച്ചിട്ടുണ്ട് നമ്മൾ. സഹിക്കാൻ പറ്റിയിരുന്നില്ല അത്. പക്ഷേ അതൊക്കെ സഹിക്കാൻ സാധിച്ചു. അതിൻ്റെ മുമ്പേ നമ്മൾ ഭാഗവതത്തിലേക്ക് വന്നിരുന്നു. അത് വലിയൊരു ഉപകാരമായി. അപ്പോൾ ഏത് ദുഃഖവും നമുക്ക് ഈ അച്ഛൻ എന്ന ബന്ധം നമുക്ക് ദുഃഖകാരണം ആവാൻ പാടില്ല. എത്ര സ്നേഹമുള്ള ആളായാലും നമ്മളെ വിട്ടു പോയാൽ കരയരുത് എന്നൊരു പാഠമാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരണം. അവിടേക്ക് എത്താൻ സാധിക്കുന്നു. അതാണ് ശുഗന് സംഭവിച്ചത്. അച്ഛൻ പോയതായിട്ടുള്ള ദുഃഖമുണ്ട്. അച്ഛൻ എന്ന ബന്ധം, അല്ലെങ്കിൽ ഏത് ബന്ധമായിക്കോട്ടെ, ഇവിടെ അച്ഛനൊരു കാര്യം മാത്രമാണ്. അനവധി ബന്ധങ്ങളുണ്ടാവാം. ഭാര്യയായിട്ടുള്ള ബന്ധം, മക്കളുമായിട്ടുള്ള ബന്ധം, സമൂഹമായിട്ടുള്ള ബന്ധം, സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം. ചില സുഹൃത്തുക്കൾ ബന്ധം അങ്ങനെയാണ്, വിടാൻ പറ്റില്ല. ഇതൊന്നും നമ്മളെ ദുഃഖിപ്പിക്കാൻ പാടില്ല. ആ ഒരു തത്വം, സന്ദേശം തുടക്കത്തിൽ തന്നെ ഭാഗവതം നമുക്ക് തന്നു. വ്യാസൻ ശുഗനെ പഠിപ്പിച്ചപ്പോഴേക്കും ശുഗൻ അച്ഛൻ എന്ന ബന്ധമൊക്കെയാണ് വിട്ടു എന്നാണ്. കാരണം അത് ഭാഗവതത്തിൻ്റെ ഉദ്ദേശമാണ്. അത് വിടാണ്ടിരിക്കുമോ? വേണ്ട പോലെ കേട്ടാലും പഠിച്ചാലും അങ്ങനെ വരുള്ളൂ. അങ്ങനെ അദ്ദേഹം ഹിമാലയത്തിലേക്ക് പോയി ഈ ഭൂമിയിൽ നിന്ന് ഒരൊറ്റ ചാട്ടം വൈകുണ്ഠത്തിലേക്ക് ചാടി എന്നാണ് ദേവീഭാഗവതത്തിലാണത് നമ്മൾ കേട്ട് പറയണത്. സർവ്വബന്ധവും വിട്ട് ഭൂമിയായിട്ടുള്ള ബന്ധം വിട്ടാണ്ട് ചാടി. അപ്പോഴോ പ്രവ്രജന്തം, ആണ് പ്രവ്രാജനം ചെയ്തു പോയി. എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചു. പിന്നെ ശുഗനുള്ള പ്രത്യേകത എന്താ? അനുപേതം, ശൗദസ്മാർത്ഥ കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതൊന്നും സപ്താഹത്തിൽ വിസ്തരിക്കാൻ പറ്റില്ല കേട്ടോ, കാരണം അത്ര സമയം നമുക്കില്ല. ശുഗമഹർഷിയെ നമസ്കരിക്കണമെന്ന് പറഞ്ഞ് പോകാനേ പറ്റൂ, അത്രേ ചെയ്യാൻ പാടൂ. ബാക്കി കാര്യങ്ങൾ പറയണ്ടേ സമയത്തിനടക്ക്. ഇവിടെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറയണത് എന്തൊക്കെയാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത്. അതിൽ നമുക്ക് ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളുണ്ട്. പറയേണ്ടത് അല്ലാത്തതുകൊണ്ടല്ല പറയാത്തത്.
സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പം ഇവിടെ നമുക്കത് പറയാലോ, സമയമുണ്ട്, ഓടിപ്പോയിട്ട് എന്ത് കാര്യം. അപ്പം അച്ഛൻ മകൻ എന്ന ബന്ധത്തിൽ നിന്ന് ഏത് ബന്ധമായിക്കോട്ടെ ഈ ലോകത്തിൽ നമുക്ക് അത്ര വേഗം മുക്തി കിട്ടില്ല. അതിന് മുക്തി കിട്ടാൻ ഒറ്റ വഴിയുള്ളൂ, ഭാഗവതം കേൾക്കുക. മാത്രമല്ല ഈ ലോകത്തിലൊരു മനുഷ്യനായിട്ട് ജനിച്ച ചില കർമ്മങ്ങൾ, ഉപനയനാദി സംസ്കാരങ്ങൾ, നാമകരണം, ഇങ്ങനെ ഒരു 16 കർമ്മങ്ങളുണ്ട് ഒരാൾക്ക്. ഇതൊന്നും ഭാഗവതത്തിലേക്ക് എത്തിയാൽ നിർബന്ധം ഇല്ല. അതാണ് അനുപേതം അപേത കൃത്യം. യാതൊരു ശ്രൗതസ്മാർത്ത കർമ്മങ്ങൾ, ശ്രുതിയിലും മൃതിയിലും പറഞ്ഞതായ കർമ്മങ്ങൾ ചെയ്തിട്ടില്ലാത്രേ ശുഗമഹർഷി. ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അനുപേതം അപേത കൃത്യം എന്ന് പറഞ്ഞാൽ അത്ര കൃത്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം, അതൊക്കെ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. അതിൽ അനുപേതം എന്നുള്ള വാക്ക് ഉപനയനം എന്നാണ് അർത്ഥം. ഒരാളിനോട് ചോദിച്ചു, ഭാഗവതം വായിക്കണമെച്ചാൽ ഇനിയിപ്പോൾ പൂണൂലും ഉപേക്ഷിക്കണോ? നിർബന്ധമില്ല. പക്ഷേ പൂണൂലിന് പ്രാധാന്യം കൊടുക്കരുത്. ഇത് തന്നെയാണ് കേമം എന്ന് വിചാരിച്ച് നടക്കരുത്. ഇവിടെ ജാതിയെ പറയണില്ല കേട്ടോ. ഉപനയനം നമ്പൂരാരല്ലാത്തവർക്കും ആവാം. ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട്. അവരും ഈ പൂണൂലിൽ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണ്ട എന്നാണ് ഉദ്ദേശിച്ചത്. നമ്പൂരാരെ കുറ്റം പറഞ്ഞിട്ടില്ല, പറയണമില്ല. പൂണൂലിട്ട ആരും, ഏത് സമുദായക്കാർക്കും പൂണൂലിടാലോ. പക്ഷെ അവർക്ക് ഈ പൂണൂലിൽ പ്രാധാന്യം ഓവറായിട്ട് വേണ്ട. അതിൻ്റെ ആവശ്യം ശ്രീമദ് ഭാഗവതത്തിൽ എത്തിയാലില്ല. അതാണ് അനുപേതം. ഉപനയനം കഴിച്ചിട്ടില്ല. ആദ്യത്തെ ഭാഗവതാചാര്യന് പൂണൂലില്ല. ഇതിനാവശ്യമില്ല. കാരണം ഉപനയനം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താ? ഉപനയനം എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം ഭഗവാന്റെ അടുത്തേക്ക് നയിക്കുക എന്നാണ്, കൊണ്ടുപോവുക. അതിനുള്ള കയറാത്രേ പൂണൂല്. ഇടുവാന്നും പറഞ്ഞ് പിടിച്ച് വലിക്കണ കയറേ, കാളയൊക്കെ വലിക്കണ പോലെ. അപ്പം ഭഗവാന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ പൂണൂല് വേണോ? എത്താനാണ് വലിക്കണത്. എത്തിക്കഴിഞ്ഞാൽ വലിക്കണ്ട. അപ്പം അടുത്ത ചോദ്യം വരും, നിങ്ങളിപ്പോൾ ഭഗവാന്റെ അടുത്ത് എത്തി എന്നങ്ങോട്ട് അഭിമാനിച്ചാൽ എത്തി എന്നാവുമോ? ചോദിച്ചോളൂ, ഉത്തരമുണ്ട്. ഭാഗവതത്തിൻ്റെ മുമ്പിലെത്തിയാൽ അങ്ങനെ തന്നെയാണ്. വേറൊന്നുകൊണ്ടും പറയില്ല. കാരണം ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയും, ഞാൻ അങ്ങനെ പറയുക. ഭാഗവതം ഭഗവാനാണ് എന്ന് അതിൽ തന്നെ പറഞ്ഞിരിക്കണു. അതിൽ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ആ പുസ്തകം എടുക്കരുത്. അപ്പോൾ നമ്മൾ ഭഗവാന്റെ അടുത്ത് എത്തിയില്ലേ? എത്തി. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? എത്തി. നിങ്ങളുടെ മുമ്പിൽ ഭാഗവതം ഉണ്ടെങ്കിൽ നിങ്ങൾ ഭഗവാന്റെ അടുത്ത് എത്തി. ആ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഭാഗവതം എടുക്കരുത്. അതെടുത്താൽ അതിൽ പറയണത് നമ്മൾ ഫോളോ ചെയ്യണം, വേണ്ടേ? നമ്മൾ അനുസരിക്കണ്ടേ? അപ്പം നമ്മൾ ഭഗവാന്റെ അടുത്ത് എത്തി. സംശയം വേണ്ട ആർക്കും, എത്തിയിരിക്കണം. എപ്പോൾ ഭാഗവതം കയ്യിലെടുത്തോ നമ്മൾ ഭഗവാന്റെ അടുത്ത് എത്തി. വേറെ ഒന്നുകൊണ്ടും നമുക്കത് പറയാൻ കഴിയില്ല. എത്തിയോ അത് എത്തി എന്നൊക്കെ പറയാമോ എന്നൊക്കെ നമുക്ക് സംശയം വരും. ഇപ്പം സംശയം വേണ്ട. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. എങ്ങനെയെങ്കിലും ഭാഗവതം നിങ്ങൾ കയ്യിലെടുത്തുവോ നിങ്ങൾ ഭഗവാന്റെ അടുത്ത് എത്തി. പിന്നെന്തിനാണ് എത്തിക്കണത്? അതാണ് ഉപനയനത്തിന് ഭാഗവതത്തിൽ സ്ഥാനമില്ല, പ്രാധാന്യവും ഇല്ല, ഒരു പ്രാധാന്യവും ഇല്ല. ഇതൊക്കെ സാധാരണ ചിലർ പറയില്ല കേട്ടോ. പൂണൂലിന് പ്രാധാന്യം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് കേമത്തുണ്ടോ? ഞങ്ങളതൊക്കെ കൂടുതൽ പറയുക. എന്താ വെച്ചാൽ ഭാഗവതം പറയണതാണല്ലോ, നമ്മൾ പറയണതല്ല. അതിനൊന്നും പിന്നെ സ്ഥാനമില്ല. എല്ലാം ഉപേക്ഷിച്ച് ശുഗമഹർഷി പ്രവ്രാജനം ചെയ്യുക, സന്യസിച്ച് പോവുക. അച്ഛൻ എന്ന ബന്ധം പോലും തടി ഊരി. പക്ഷേ ഈ പറഞ്ഞു കൊടുത്ത ആൾക്ക് മുഴുവൻ ബന്ധം പോയിട്ടില്ല. അച്ഛന് മകൻ എന്ന ബന്ധമുണ്ട്, മകനോ തിരിച്ചില്ല. അതാണ് ഇവിടെ പ്രത്യേകത. വ്യാസന് കുറച്ച് ദുഃഖമുണ്ടായി. ഈശ്വരാ, ഇത്ര വിഷമിച്ചിട്ടാണ് എനിക്കൊരു പുത്രൻ ഉണ്ടായത്. പത്നിയിലല്ല ഉണ്ടായത്, അരണി കടഞ്ഞപ്പോൾ ഉണ്ടായതാണ്. പത്നിയിലല്ലാത്ത അയോനിജനാണ് ശുഗൻ.
വളരെയേറെ ശിവനെ തപസ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടൊക്കെ എന്നൊക്കെയാണ് ഇവിടെ മറ്റു ദിക്കിലൊക്കെ പറയണത്. വളരെ ദുഃഖിച്ചിട്ടാണ് പുത്രൻ ഉണ്ടായത്. ആ പുത്രൻ ഇതാ സർവബന്ധം ഊരിപ്പോയി എന്ന് പറയുമ്പോൾ വ്യാസൻ ദുഃഖിച്ചു. വ്യാസനടക്കം ദുഃഖമുണ്ട് ഈ രചനയൊക്കെ ചെയ്തിട്ടും. പുത്രേതി തന്മയതയാ, അയ്യോ പുത്രാ നീ എന്നെ വിട്ടുപോയോ എന്ന് പറഞ്ഞ് കരഞ്ഞു. പ്രായമാവും തോറും അത് അധികം ഉണ്ടാവുന്ന. പുത്രേതി അവിടെ നീട്ടിയിട്ടാണ് വിളിച്ചത്. പുത്രാ എന്നെ വിട്ട് നീ പോയോ, ഇതിനായിരുന്നോ ഞാൻ നിന്നെ ഭാഗവതം പഠിപ്പിച്ചത്. പുത്രേതി തന്മയതയാ, ഈ ഭാഗത്തിൽ വിവാഹം കൂടി കഴിപ്പിച്ചു എന്നാണ് പറയണത്. തന്മയതയാ തരവോപിനേതു, അവൻ്റെ സ്വരൂപം ആയി ഭവിച്ചതുകൊണ്ട്. വ്യാസൻ്റെ സ്വരൂപം വിളിച്ചപ്പോൾ വിളി കേട്ടില്ല. അങ്ങനെ ഒരാൾ വിളിക്കലുണ്ടായാലും അത് തൻ്റെ അച്ഛനാണെന്നും താൻ മകനാണെന്ന് തോന്നിയാലല്ലേ വിളി കേൾക്കണ്ടു. അവിടുന്നൊക്കെ വിട്ടിരിക്കണു ശുഗനെ. അങ്ങനെ വെച്ചാൽ ഭാഗവതം കേൾക്കാണ്ടിരിക്കുക നല്ലതെന്ന് തോന്നും ചിലർക്കല്ലേ. സർവ്വബന്ധങ്ങളുമാണ് പോവുക മനസ്സിന്ന്. ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. കടപ്പാടുകൾ ജീവിതത്തിൽ ചെയ്യണ്ട എന്ന് ഇതിനർത്ഥമില്ല. പക്ഷേ അത് ദുഃഖകാരണമാവരുത്, അത്രേ പറഞ്ഞുള്ളൂ. അത് നമ്മളെ ദുഃഖിപ്പിക്കരുത് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ വൃക്ഷങ്ങൾ വിളി കേട്ടു. വൃക്ഷങ്ങളിൽ നിന്നൊരു ശബ്ദമുണ്ടായി, അങ്ങ് ഇനി പുത്രനെ വിളിക്കണ്ട. എന്താ കാരണം? പുത്രൻ്റെ ആത്മാവും ലോകത്തിലുള്ളതായിട്ടുള്ള സർവ്വ ആത്മാവും ഒന്നായി തീർന്നിരിക്കുന്നു. അദ്ദേഹം ആത്മസ്വരൂപിയായി. ആത്മാവിന് ബന്ധമില്ലല്ലോ, അച്ഛനുമില്ല അമ്മയില്ല ആരുമില്ല. ആ മുനിയെ നമസ്കരിക്കുന്നു. ഏതൊരു മഹർഷിയായ ശുഗമഹർഷിയാണ് സർവഭൂത ഹൃദയം, എല്ലാവരുടെ ജീവജാലങ്ങളിലുമുള്ള ആത്മസ്വരൂപമായി ശ്രീമദ് ഭാഗവത ഉൾക്കൊള്ളൽ കൊണ്ടായിത്തീർന്നത്. ആ മഹർഷിയെ നമസ്കരിക്കണു. നമുക്കും ആത്മസ്വരൂപം ആയിത്തീരാൻ വേണ്ടിക്കൊണ്ട്. അപ്പോൾ പ്രവ്രാജനം ചെയ്തു. പ്രവ്രജന്തം അനുപേതം, മറ്റ് കർമ്മങ്ങൾ ഉപനയനാദികൾ ചെയ്തില്ല. അപേതകൃത്യം, മറ്റ് കർമ്മങ്ങളും ചെയ്തില്ല. ഭാഗവതം പഠിച്ച് ദ്വൈപായനൻ വ്യാസൻ വിരഹകാതരൻ ആയിക്കൊണ്ട് പുത്ര എന്ന് വിളിച്ചു. പുത്രേരി തന്മയതയാ തരവോപിനേതു. വിളിച്ചപ്പോൾ വൃക്ഷങ്ങളാണ് വിളി കേട്ടത്. ഒരാളെ വിളിച്ചാൽ എന്താ വേറെ ആൾ വിളി കേൾക്കാൻ? എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവണം അല്ലേ, എന്നാലേ വേറെ ആൾ വിളി കേൾക്കുള്ളൂ. അല്ലെങ്കിൽ വിളിച്ചാൽ വിളി കേൾക്കും. വേറെ ആളെ വിളിച്ചാൽ നമ്മൾ വിളി കേൾക്കില്ല. എന്തെങ്കിലും ഒരു ഉത്കട ബന്ധം ഉണ്ടാവണം, അപ്പോഴാണ് വിളി കേൾക്കുള്ളൂ. ഇവിടെ എന്താണ് ബന്ധം? വൃക്ഷങ്ങളുടെ ഉള്ളിലത്തെ ആത്മാവും ശുഗമഹർഷിയുടെ ആത്മാവും ഒന്നായി തീർന്നിരിക്കുന്നു. പിന്നെ എങ്ങനെ വിളിച്ച് കേട്ടപ്പോൾ എന്താ കുഴപ്പം? അവർ പറഞ്ഞു, അങ്ങയുടെ പുത്രൻ അല്ലാതായി തീർന്നിരിക്കുന്നു. അങ്ങോ പിതാവ് എന്ന ബന്ധത്തിനെ കടന്നില്ല. ഇനിയും ഈ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടും പിതാവാണ് അങ്ങ് എന്നുള്ള തോന്നൽ അങ്ങേക്ക് വരുന്നു. അത് വിടണമല്ലോ. നമ്മൾ പിതാവുമല്ല, മകനുമല്ല, അച്ഛനുമല്ല, ആരുമല്ല, ആത്മാവാണ്. അവിടേക്ക് വ്യാസൻ കൂടി എത്തിയില്ല. ഇത്രയൊക്കെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ട് കേട്ട ശുഗമഹർഷി എത്തി. ശുഗമഹർഷി എഴുതിയിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. അന്ന് പറഞ്ഞു കൊടുത്തിട്ടും കൂടി ഇല്ല പരീക്ഷത്തിൽ. കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ശരിക്ക് കേൾക്കേണ്ട പോലെ കേട്ടാൽ സർവബന്ധങ്ങളിൽ നിന്നും മുക്തി കിട്ടും എന്നും പറഞ്ഞ് ആ ഒരു വന്ദന ശ്ലോകം. എം പ്രവ്രജന്തമനുപേതമപേത കൃത്യം ദൈവായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാതരവോപിനേതുത്തം സർവഭൂതഹൃദയം മിനിമാനദോസ്മി. ഇനി അടുത്തതും ശുഗവന്ദനം തന്നെയാണ്. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിദീർഷതാം തമോന്തം സംസാരിണാങ്കരുണയാകപുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം. വ്യാസസൂനുമായിട്ടുള്ള ശുഗമഹർഷി ഒന്നും കൂടി വന്ദിക്കുകയാണ്. ഒന്ന് വന്ദിച്ചപ്പോൾ തോന്നി അത്ര മതിയോ? ശ്രേഷ്ഠനായിട്ടുള്ള ഒരാളെ ഒരു പ്രാവശ്യം വന്ദിച്ചാൽ പോരാ, ഒന്നും കൂടി വന്ദിച്ചളയാം. അപ്പോൾ വ്യാസൻ്റെ വിശേഷണം കുറച്ചും കൂടി പറയാലോ ഒരു വന്ദന ശ്ലോകത്തിൽ. ഇവിടെ പറയുന്ന സ്വാനുഭാവം എന്ന് പറഞ്ഞാൽ അധികമായിരിക്കുന്ന മഹിമയുള്ളത്. ഭാഗവതത്തിൻ്റെ മഹിമ എന്നും അങ്ങനെ ഒരു വാക്കൊണ്ടോ രണ്ടോ വാക്കൊണ്ടോ പറയാൻ പറ്റുമോ? മഹിമയുള്ളതും നമ്മളെ അവിടേക്ക് അങ്ങോട്ട് മാറ്റുകയാണ്. ഒരു വ്യക്തിയെ മാറ്റുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല.
അസാധാരണ മഹിമയുള്ളതും സ്വാനുഭാവം. അഖിലശ്രുതിസാരമേകം, വേദങ്ങളിൽ പറഞ്ഞ സാരം അടങ്ങിയതും വേദസാരം ആയതും, ഏകം അദ്വിതീയവും എന്നർത്ഥം. ആത്മാവ് എന്ന ഭാവത്തിലേക്ക് സാധകരെ കൊണ്ടുവരുന്നത്, ഏകമായിട്ടുള്ള ആത്മാവിനെ പ്രതിപാദിക്കുന്നതും, പിന്നെയോ സംസാരക്കടലിനെ കടക്കാൻ സഹായിക്കുന്നതും, സംസാരിണാം സംസാരബന്ധമുള്ളവർ, ഭാര്യാപുത്രൻ, വീടധനം, കൃഷി, ഇങ്ങനെ ബന്ധപ്പെട്ട് അതിൽ മനസ്സ് വ്യാപരിച്ചവരാണ് സംസാരികൾ. ഇവരൊക്കെ സംസാരികളാണ് എന്ന് പറയാം, സംസാരിണാം. എന്നാൽ ഈ സംസാരത്തെ കടക്കണം, ഇത് തന്നെ കടന്നു തിരിഞ്ഞാൽ പോരാ എന്ന് ആഗ്രഹിക്കുന്നവർക്ക് സംസാരിണാം, അതിനെയാണ് നമ്മൾ കടക്കണതിനെ അതിതിതീർഷതാം എന്ന് പറയുക. അതിതിതീർഷത ചെയ്യുക, കടക്കുക. എങ്ങനെയെങ്കിലും ഈ സംസാര ദുഃഖത്തെ കടക്കണം എന്ന് വിചാരിക്കുന്നവർക്ക്, സംസാരബന്ധമുള്ളവർക്ക് അതിനെ കടക്കാൻ സഹായിക്കുന്ന അതിതിതീർഷതാം, കടക്കുവാൻ ആഗ്രഹിക്കുന്ന സംസാരികൾക്ക് അതിന് വളരെയേറെ സഹായിക്കുന്ന പുരാണഗുഹ്യം, വളരെ രഹസ്യമായ പുരാണ രഹസ്യത്തെ ഏതൊരാൾ പറഞ്ഞു കൊടുത്തുവോ, കരുണയോടുകൂടി പറഞ്ഞുവോ, ആ ഗുരുവായ വ്യാസസൂനുവെ നമസ്കരിക്കുന്നു. സംസാരത്തെ കടക്കാൻ ആഗ്രഹിക്കുന്ന അധ്യാത്മരൂപത്തെ പ്രകാശിക്കുന്ന പുരാണ രഹസ്യത്തെ ഏതൊരുവൻ പറഞ്ഞുവോ, ശുഗനാണ് വീണ്ടും പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തത്. പഠിച്ചത് അച്ഛനിൽ നിന്ന്, പറഞ്ഞു കൊടുത്തത് പരീക്ഷത്തിന്. അങ്ങനെ ഏതൊരു ശുഗനാണ് ഭൂമിയിൽ ആദ്യമായിട്ട് ഈ സംഹിതയെ പറഞ്ഞു കൊടുത്തത്. ആ വ്യാസസൂനുവിനെ ശരണം പ്രാപിക്കുന്നു, ഉപയാമി, നമസ്കരിക്കുന്നു, ശരണം പ്രാപിക്കുന്നു. അതാണ് ഉപയാമി. മീ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന വിഭക്തിയാണ്. ഉപയാമി, ഞാൻ എന്നോട് വേറെ പറയണ്ട. ക്രിയയിൽ ലിംഗം കൊടുന്നാൽ പിന്നെ ആര് എന്ന് വേറെ പറയണ്ട. ഉപയാമി എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു, ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് അർത്ഥം. ഞാൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇംഗ്ലീഷിൽ ആ പ്രയോഗം ഇല്ല കേട്ടോ, വെൻഡ് തന്നെയാണ്. ആര് പോയാലും വെൻഡ് എന്നാണ് പറയുക, അല്ലേ? ഹിന്ദിയിലും സംസ്കൃതത്തിൻ്റെ പ്രത്യേകതയാണ്, ക്രിയ നോക്കിയിട്ട് ആരാ പറഞ്ഞതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഉപയാമി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഹം എന്നവിടെ അണ്ടർസ്റ്റുഡാണ്. ഞാൻ നമസ്കരിക്കുന്നു. ഏതൊരാളാണോ ഭാഗവതം ഫോളോ ചെയ്യണത് അവർ നമസ്കരിക്കുന്നു. യസ്വാനുഭാവം അഖിലശ്രുതിസാരമേഘം, വളരെയേറെ മാഹാത്മ്യമുള്ളതും വേദസാരവുമായ അധ്യാത്മദീപമായിരിക്കുന്ന ഭാഗവത ശാസ്ത്രത്തെ, സംഹിതയെ സംസാരം കടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏതൊരാൾ പറഞ്ഞു കൊടുത്തുവോ, സംസാരിണാം തിതീർഷതാം എന്നും പറഞ്ഞിട്ടുണ്ട്. തമസ്, അന്ധം, തമസ് എന്ന് പറഞ്ഞാൽ അന്ധകാരം, സംസാര ദുഃഖമാകുന്ന അന്ധകാരത്തെ കടക്കാൻ സഹായിക്കുന്ന വിധത്തിൽ കരുണയാ ആഹ, ആഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണ്. കരുണയാ, കാരുണ്യത്തോടു കൂടി ഏതൊരു ശുഗൻ പറഞ്ഞു കൊടുത്തുവോ ആ വ്യാസസൂനുവിനെ നമസ്കരിക്കുന്നു. ഗുരുവിനെ നമസ്കരിച്ചു 2 ശ്ലോകം കൊണ്ട്. ഇനി ആരെയും നമസ്കരിക്കണ? നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മഹാഭാരതത്തിലത്തെ 18 പർവ്വവും തുടങ്ങുമ്പോൾ ഈ വന്ദനം കാണാം. അപ്പോൾ ഏത് കാര്യങ്ങൾ പറയുമ്പോഴും നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം, നരനാരായണന്മാരെ നമസ്കരിക്കലാണത്. നാരായണനെയും നരനെയും നമസ്കരിക്കുന്നു. ഒരു ഉത്തമന്മാരാണ് വിശേഷണം. നാരായണം ഉത്തമം, നരം നമസ്കൃത്യ, നാരായണനെയും ഉത്തമനായിരിക്കുന്ന നരനെയും നമസ്കരിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ ദേവി സരസ്വതിയായിട്ടുള്ള സരസ്വതീ ദേവിയെ നാവിൽ അത് പ്രകാശിക്കണമല്ലോ. വാണീദോഷം മാറി നന്നായിട്ട് പറയാൻ കിട്ടുക,
മൂകാംബികയെ ഉപാസിച്ചവർക്ക് വാക്കിന് ഒരു ക്ഷാമം വരില്ല എന്നാണ്. അപ്പം ആ സരസ്വതി ദേവിയെ നമസ്കരിക്കണം. വിദ്യാരംഭം ചെയ്യുമ്പോൾ ഇവരെയൊക്കെ നമസ്കരിക്കണം. സരസ്വതിയെ വന്ദിക്കുക. പിന്നെ വ്യാസം, ഏറ്റവും വലിയ ഗുരുനാഥനാണ്. വ്യാസപൂർണിമ നമ്മൾ ആചരിക്കണു. നമ്മുടെയൊക്കെ പരമഗുരു വ്യാസനാണ്. വ്യാസം ഇത്രയും ആൾക്കാരെ നമസ്കരിച്ചിട്ട് ഞാൻ ഭാഗവതം പറയാൻ പോണു. ഭാഗവതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? ജയം ഉദീരയേത്. ജയം എന്ന് പറഞ്ഞാൽ സംസാരത്തെ ജയിക്കുന്ന ശാസ്ത്രം. സംസാരത്തെ ജയിക്കുന്ന ശാസ്ത്രം പറയാൻ പോകുന്നു, പുറപ്പെടുന്നു. 2 ശ്ലോകം കൊണ്ട് ശുഗമഹിഷിയായിട്ടുള്ള ഗുരുനാഥനെ നമസ്കരിച്ചു. മൂന്നാമത് നാരായണനെയും നരനെയും, നരനാരായണന്മാർ ഒറ്റ സങ്കല്പമാണ്, ഒരു രണ്ടല്ല. നാരായണം നരോത്തമം നമസ്കൃത്യ, നാരായണനെയും നരോത്തമനെയും നമസ്കരിച്ചിട്ട് ദേവിയും സരസ്വതി ദേവിയെയും വ്യാസനെയും നമസ്കരിച്ചിട്ട് സംസാരജയമാകുന്ന ഭാഗവത ശാസ്ത്രം പറയാം. അവരുടെ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. 5 ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞല്ലോ. തുടർന്നുള്ള ശ്ലോകങ്ങളിൽ അടുത്ത ദിവസം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാൻ കരോതി യദ്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ആ ശ്ലോകങ്ങൾ വായിക്കേണ്ടതാണ്. ഇതി സംപ്രശ്നസംപൃഷ്ടോ വിപ്രാണാൻഡോ മഹർഷിണി പ്രതിപൂച്ചവചത്തേഷാം പ്രഭക്തമുപചക്രമേ. സൂത ഉവാച യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദൈവായനോ വിരഹകാതരാജുഹാവ. പുത്രേതി തന്മയതയാ തരവോപിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. വൃക്ഷങ്ങൾ വിളി കേട്ടു എന്നാണ്. ആ മഹർഷിയെ നമസ്കരിക്കുന്നു. അഭേദകൃത്യം, കൃത്യങ്ങൾ ചെയ്യാത്തത്. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിഥിതീരട്ടതാം തമോന്ധം സംസാരിണാം കരുണയാക പുരാണഗുഹ്യം തം വ്യാസസൂനുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. എല്ലാവർക്കും നമസ്കാരം.